വെഞ്ഞാറമൂട് കൂട്ടക്കൊല സംഭവത്തിൽ കുടുംബത്തിന്റെ കടബാധ്യത പിതാവ് അറിഞ്ഞിട്ടില്ല എന്ന് പോലീസ്. കുടുംബത്തിന് വൻ ബാധ്യതയില്ല എന്ന് പിതാവ് ഇന്നലെ പറഞ്ഞിരുന്നു. കടബാധ്യത ചിട്ടിയിലും പലിശ ഇടപാടിലും സ്വർണ്ണപ്പണയം വെച്ചുമൊക്കെയാണ് ഉണ്ടായത്. അഫാനും ഉമ്മയും ഈ കടബാധ്യത ഗൾഫിലുള്ള പിതാവിനെ അറിയിച്ചില്ല. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. ഗൾഫിലുള്ള പിതാവ് ഇതൊന്നും അറിഞ്ഞിരുന്നില്ല എന്നതാണ് അതിന് കാരണം. എനിക്ക് തോന്നുന്നു ഈ 8 വർഷത്തോളമായി ഈ പിതാവിന് നാട്ടിലേക്കൊന്നും വരാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. ആ തരത്തിലൊരു സാമ്പത്തിക ഇടപാട് ഒരു പക്ഷേ ഈ പിതാവിനെ അറിയിക്കാതെ ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നീ അമ്മയും മകനും തീരുമാനിച്ചതായിരിക്കുമോ? എന്താണ് വിശദാംശങ്ങൾ? ഈ കൊലപാതകത്തിന് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു എന്ന് അഫാൻ പോലീസിനോട് പറഞ്ഞിരുന്നു. പക്ഷേ പോലീസ് അത് പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇന്നലെ തിരുവനന്തപുരത്തെത്തിയ അഫാന്റെ പിതാവ് പോലീസിന് നൽകിയ മൊഴിയിൽ സാമ്പത്തിക പ്രതിസന്ധി ഇത്രയും ഉള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ പോലീസ് അത് അന്വേഷിച്ച് സ്ഥിരീകരിച്ചിട്ടുണ്ട്. എങ്ങനെയെന്നാൽ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് അഫാൻ പറഞ്ഞത് ഇപ്പോൾ ചിട്ടി പിടിച്ചതിന് ശേഷം അതിൽ പണമടയ്ക്കാൻ ബാക്കിയുണ്ട്, ഗോൾഡ് ലോൺ വച്ചതിന് ശേഷം അത് പണം അടച്ചിട്ടില്ല, പലരിൽ നിന്നും പലിശയ്ക്ക് പണം വായ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധി ഈ കുടുംബത്തിനുണ്ടായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. എങ്ങനെയെന്നാൽ ഇവരുമായി കടബാധ്യതയുള്ളവർ, അതായത് ഇവർക്ക് പണം നൽകിയവരും ചിട്ടി നൽകിയവരും ഒക്കെ മൊഴി പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ എടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇവർക്ക് കടബാധ്യതയുണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. പക്ഷേ പിതാവ് വന്ന് പോലീസിനോട് പറഞ്ഞത് ഇത്രയും കടബാധ്യത ഉണ്ട് എന്നുള്ള കാര്യം തനിക്ക് അറിയില്ലായിരുന്നു. 10-15 ലക്ഷം രൂപ ഉള്ള കാര്യം മാത്രമാണ് അറിയാവുന്നത്, അത് തനിക്ക് വീട്ടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള മൊഴിയാണ് പോലീസിനോട് പിതാവ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷമാണ്, അതിനോടൊപ്പമാണ് ഈ ആളുകളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തത്. അപ്പോൾ പിതാവ് അറിയാതെയാണ് അഫാനും അഫാന്റെ ഉമ്മയും ഈ സാമ്പത്തിക പ്രതിസന്ധികളൊന്നും പിതാവിനെ അറിയിച്ചിരുന്നില്ല. അദ്ദേഹം ഏറെക്കാലമായി വിദേശത്തായിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിച്ചിരുന്നില്ല. അപ്പോൾ പിതാവ് അറിയാതെ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അഫാൻ ആശുപത്രിയിൽ തന്നെയാണ്. അഫാന്റെ ആരോഗ്യനിലയിൽ മാറ്റമുണ്ട്. നാളെ ഒരുപക്ഷെ ആശുപത്രി വിടാനുള്ള സാധ്യത കാണുന്നു. അങ്ങനെയെങ്കിൽ നാളെ ആശുപത്രിയിൽ വിട്ടതിന് ശേഷം അഫാനെ കസ്റ്റഡിയിൽ പോലീസ് എടുത്തേക്കും. മാത്രമല്ല വെഞ്ഞാറമൂട് സ്റ്റേഷനിലെ 2 കേസുകളിൽ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. ഹരി, ഈ അറസ്റ്റും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ മറ്റു പല കാര്യങ്ങളിലുമുള്ള ഒരു അന്വേഷണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ മാനസിക നില സംബന്ധിച്ച് അന്വേഷണം, അതുമായി ബന്ധപ്പെട്ട മാനസിക ആരോഗ്യ വിദഗ്ധരുടെ സഹായം തേടും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നുണ്ടോ? പോലീസ് അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷേ അങ്ങനെ മാനസിക പ്രശ്നം ഉള്ളതായുള്ളൊരു സൂചനയും പോലീസ് അവസാന നിമിഷങ്ങളിൽ, ഇപ്പോൾ അവസാനം പോലീസുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നില്ല. ഈ അഫാൻ ആശുപത്രിയിൽ തന്നെ തുടരുന്നു, ആരോഗ്യനിലയിൽ മാറ്റമുണ്ട്. പക്ഷെ അതും ഒഫീഷ്യലി പറയേണ്ടത് ഡോക്ടർമാരാണ്. പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടൽ അനുസരിച്ച് ആരോഗ്യനിലയിൽ മാറ്റമുണ്ട്. നാളെ തിങ്കളാഴ്ച ആശുപത്രിയിൽ നിന്ന് അഫാനെ ഡിസ്ചാർജ് ചെയ്തേക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുകയാണെങ്കിലാണ് ഈ കൂടുതൽ കേസുകളിൽ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം, തെളിവെടുക്കണം. അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോലീസിന് കടക്കണം. ശരി ഹരി.